നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സ് വരുത്തുന്ന പ്രധാനപ്പെട്ട 4 ഫിനാൻഷ്യൽ മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമേ പറയട്ടെ, ഈ പറയുന്ന പല കാര്യങ്ങളും റുപ്പി ബാങ്കിൻ്റെ മുൻകാലത്തെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു റിപ്പീറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പുള്ളൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാം. ഞാൻ സുബീഷാണ്. റുപ്പി ബാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പി ബാങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. 4 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ വളരെയധികം പൈസ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ വളരെ വലിയൊരു ലാഭം നേടാനാകാതെ പോവുകയോ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഡൈവേഴ്സിഫൈ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരേ തരം അസറ്റുകളിൽ അല്ലെങ്കിൽ ഒരേ തരം കാര്യങ്ങളിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചുരുക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വർണം മാത്രം വാങ്ങുക, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അതല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇങ്ങനെ നടത്തുമ്പോൾ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ദോഷം എന്താണ്? അവിടെ നിന്ന് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൊത്തം പൈസയും അവിടെ ബ്ലോക്ക് ആകാനായിട്ട് പോകും. പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാത്തിൻ്റെയും ഒരു പ്രത്യേക രീതിയിലുള്ള പ്രൊപ്പോർഷൻ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയ്ക്കും ഗോളുകൾക്കും അനുസരിച്ചുള്ള ഒരു പ്രത്യേക തരം പ്രൊപ്പോർഷനിൽ വേണം നിങ്ങൾ നിക്ഷേപിക്കാൻ. അത് എങ്ങനെ വേണം, എന്തുമാത്രം വേണം എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ആസ്ക് റുപ്പി ബാങ്ക് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓരോരുത്തർക്കുമുള്ള ഡയറക്ഷൻസ് തരാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ടുള്ള അറിവില്ലാതെ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലും 1-2 യൂട്യൂബ് വീഡിയോകൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും 1-2 പുസ്തകങ്ങൾ വായിച്ചിട്ടോ, അല്ലെങ്കിൽ 1-2 മാസികകളിലെ ലേഖനങ്ങൾ വായിച്ചിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റിനോ ട്രേഡിങ്ങിനോ ഇറങ്ങി പുറപ്പെടരുത് എന്നുള്ളത് പലർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ട്രേഡിങ്ങിലൂടെയോ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയോ ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് കാര്യം പിടികിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപയുടെ ഒരു ബെനിഫിറ്റ് തരാനായിട്ട് പോവുകയാണ്. അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലേൺ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള 999 രൂപ വിലയുള്ള കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അതായത് ലേൺ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫിനാൻസിനെ സംബന്ധിച്ചും പേഴ്സണൽ ഫിനാൻസിനെ സംബന്ധിച്ചും ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുന്നതിനെ സംബന്ധിച്ചും, അതുപോലെ ഷെയർ ട്രേഡിങ്, ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വളരെയധികം കോഴ്സുകളും ക്ലാസ്സുകളും ഒക്കെ തരുന്ന ഒരു സംവിധാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ ലേൺ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് പോലെ നിങ്ങൾക്ക് വളരെയധികം കോഴ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള കുറേ ഓഫറിങ്സ് അവൈലബിൾ ആണ്. അവർ ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന വെബിനാറുകൾ, അല്ലെങ്കിൽ ലേൺ മാർക്കറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം, അതുപോലെ ലേൺ ടു ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളുടെ ഒരു ഓഫറിങ്. മറ്റൊന്ന് ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ട്രേഡർമാരുമായിട്ടും ഇൻവെസ്റ്റർമാരുമായിട്ടുമുള്ള ഇൻട്രാക്ഷൻസ് കാണിക്കുന്ന വീഡിയോ സീരീസുകൾ. അങ്ങനെ നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസിനെ സംബന്ധിച്ചും ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചും മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ സംബന്ധിച്ചും വളരെയധികം എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇത്. നമ്മൾക്ക് കമ്പ്യൂട്ടറിലൂടെയും മൊബൈൽ ആപ്പ് വഴിയും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേൺ മാർക്കറ്റ്സിൻ്റെ സൈറ്റ് ഓപ്പൺ ആവും. അവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 999 രൂപയുടെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളുടെ റുപ്പി ബാങ്കിൻ്റെ കോഡായിട്ടുള്ള റുപ്പി ബാങ്ക് എന്ന് നിങ്ങളവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 999 രൂപയ്ക്ക് പകരമായിട്ട് 0 റുപ്പീസിന് നിങ്ങൾക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ കോഴ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീ ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കായിട്ട് നിങ്ങൾക്ക് ലേൺ മാർക്കറ്റ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ആളുകൾ വരുത്തുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട തെറ്റിനെ
പറ്റിയിട്ടാണ് അടുത്തായിട്ട് പറയുന്നത്. ആളുകൾക്ക് ക്ഷമയില്ലാതിരിക്കുക എന്നുള്ളതാണ്. ക്ഷമയില്ലാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വളരെ ഡിമാൻഡ് തോന്നുകയാണ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ക്ഷമയും കാണിക്കാതെ ആളുകൾ വിൽക്കാനോ വാങ്ങാനായിട്ട് പോകും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായി. ആ സമയത്ത് ആളുകൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ യുദ്ധം ഉണ്ടായിട്ടുള്ള ആ വ്യാഴാഴ്ച ആളുകൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ചെറിയൊരു നഷ്ടം വന്നു എന്ന് കണ്ട ഉടനെ തന്നെ മാർക്കറ്റിൽ നിന്ന് ഈ സ്റ്റോക്കുകൾ വിറ്റ് ഓടിപ്പോയ ആളുകളുണ്ട്. അങ്ങനെ വിറ്റ് ഓടിപ്പോയിട്ടുള്ള ആളുകൾക്ക് വന്നിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-15% അവർക്ക് വന്നിട്ടുള്ള നഷ്ടം. പക്ഷെ പിറ്റേ ദിവസം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് അതേപോലെ തന്നെ തിരിച്ചു കയറി. അപ്പോൾ അന്ന് വിറ്റ ആളുകളുടെ പൈസ പോയി. അന്ന് വിൽക്കാതെ പേഷ്യൻസ് കാണിച്ചിരുന്നിട്ടുള്ള ആളുകളുടെ പൈസ അന്ന് വ്യാഴാഴ്ച പോയെങ്കിലും വെള്ളിയാഴ്ച അത് അവർക്ക് ഓൾമോസ്റ്റ് അത്രയും എമൗണ്ട് തിരികെ കിട്ടി. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു ലോങ് ടേം വ്യൂ നോക്കിയിട്ടാണ്. അതായത് ഒരു ദീർഘകാലത്തേക്കായിട്ടുള്ള നിക്ഷേപങ്ങൾക്കായിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടുകളും പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നു എന്ന് കരുതി മൊത്തം വിറ്റ് ഓടിപ്പോവുകയോ അതല്ല എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ ഓടിച്ചെന്ന് അതിലേക്ക് മൊത്തം എമൗണ്ടുകൾ ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു ക്ഷമ കാണിക്കുക എന്നുള്ളത് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഏതോ സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ, ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നത്. അതിവിടെ തീർച്ചയായിട്ടും സത്യമാണ്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൾക്കാർ മാർക്കറ്റിനെ ടൈം ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും താഴെ വന്ന് മാർക്കറ്റ് വരുമ്പോൾ വാങ്ങാമെന്ന് കരുതും, അല്ലെങ്കിൽ മാർക്കറ്റ് ഏറ്റവും ഉയർന്നു പോകുമ്പോൾ വിൽക്കാമെന്ന് കരുതും. അങ്ങനെയൊക്കെ കരുതുന്ന ആളുകൾ അങ്ങനെ ഒന്നുകിൽ അത് ചെയ്യാൻ പറ്റാതെ അവസാനിപ്പിച്ച് പോവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും കാര്യങ്ങളിൽ കുടുക്കിലാവുകയോ ചെയ്യുകയാണ് കണ്ടത്. 16-17 വർഷമായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും ചുരുങ്ങിയ വിലയിൽ വാങ്ങാനോ ഏറ്റവും വലിയ വിലയിൽ വിൽക്കാനോ നമുക്ക് സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരിക്കലും സാധിക്കാറില്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് നമ്മളെപ്പോഴും ഫോളോ ചെയ്യാറുള്ളത് ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ പേഴ്സണലി അഡോപ്റ്റ് ചെയ്യാറുള്ളത്. അതുപോലെ അത് തന്നെയാണ് നമ്മളുടെ ആളുകൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് അത്തരം സ്ട്രാറ്റജി നമ്മൾക്ക് ലോങ് ടൈമിലേക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ, അതായത് ഒരേ കാര്യത്തിൽ തന്നെ നിക്ഷേപിക്കുക എന്നുള്ള പ്രശ്നം, അതുപോലെ കൃത്യമായിട്ടുള്ള അറിവില്ലാതെ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞ പ്രശ്നം, ക്ഷമയില്ലാതെ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞ പ്രശ്നം, അതുപോലെ മാർക്കറ്റിനെ ടൈം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം, ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് മാർക്കറ്റിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും കൃത്യമായിട്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക. അതിന് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആസ്ക് ഗ്രൂപ്പിംഗ് സർവീസിനെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അറിവോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഇലേൺ മാർക്കറ്റ്സിന് ലിങ്ക് ഉപയോഗിച്ച് ഇലേൺ മാർക്കറ്റ്സ് രജിസ്റ്റർ ചെയ്യാനും ഈ ഫ്രീ കോഴ്സായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും സാധിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാരോട് ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമാവും.